സെക്രട്ടേറിയറ്റിനു മുന്നിൽ കേരള PSC റാങ്ക് ഹോൾഡർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം പുതിയൊരു തരംഗമായി പടരുകയാണ്. നിയമനത്തിലെ അനാസ്ഥയ്ക്കും ക്രമക്കേടുകൾക്കുമെതിരെ ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയതോടെ നാളിതുവരെ വിട്ടുനിന്ന പ്രമുഖ സിനിമാ സാംസ്കാരിക താരങ്ങളും ഇപ്പോൾ ഇവർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും ദേശീയ വിഷയങ്ങളിലും സജീവമായി പ്രതികരിച്ചവർ തൊട്ടടുത്ത് നടക്കുന്ന ഈ അതിജീവന പോരാട്ടത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന കടുത്ത വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയർന്നതിന് പിന്നാലെയാണ് താരങ്ങളുടെ ഈ നിർണായകമായ ഇടപെടൽ. രഞ്ജിനി ഹരിദാസ്, ടൊവിനോ തോമസ്, നസ്ലിൻ, ചന്തു സലീംകുമാർ, ലിയോണോ ലിഷോയ്, ദീപ തോമസ് തുടങ്ങിയവർ ഉദ്യോഗാർത്ഥികളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. 20 ദിവസത്തിന് മുകളിലായി ഇവരും സമരം തുടങ്ങിയിട്ട്. ദേശീയ വിഷയങ്ങളിൽ മാത്രം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സ്വന്തം നാട്ടിലെ യുവജനങ്ങളുടെ ന്യായമായ ആകുലതകൾ അവഗണിക്കുകയും ചെയ്യുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. തുടർന്ന് പ്രമുഖ സിനിമാ താരങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും കമന്റ് ബോക്സുകളിലും എന്തിന് വീടിനു മുന്നിൽ വരെ ചോദ്യങ്ങളുമായി ആളുകളെത്തി. വിദ്യാർത്ഥികളെ അനുകൂലിച്ചതിന് നടൻ ടൊവിനോ തോമസിന്റെ വീടിനു മുന്നിലാണ് മഹിളാ മോർച്ച ബാനറുകളുമായി എത്തി പ്രതിഷേധിച്ചത്. സ്വന്തം നാട്ടിലെ അനീതികൾക്ക് നേരെ കണ്ണടയ്ക്കുന്നവർ എങ്ങനെയാണ് ദേശീയ തലത്തിൽ നിലപാടുകൾ വ്യക്തമാക്കുന്നതെന്ന ചോദ്യമാണ് പൊതുസമൂഹം ഇവരോട് പ്രധാനമായും ഉന്നയിച്ചത്. പൊതുജനങ്ങളിൽ നിന്നും ഒട്ടേറെ സന്ദേശങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് വിഷയത്തിൽ വ്യക്തമായ നിലപാടുകളുമായി അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസ് രംഗത്തെത്തി. ഓൺലൈനിൽ ലഭ്യമായ വിവരങ്ങൾ മാത്രം വെച്ച് പ്രശ്നത്തിന്റെ പൂർണ്ണരൂപം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് രഞ്ജിനി വ്യക്തമാക്കി. സമരക്കാരുമായി നേരിട്ട് സംസാരിച്ച് പശ്ചാത്തലവും നിലവിലെ സാഹചര്യവും കൃത്യമായി പഠിച്ച ശേഷം പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ടാകുമെന്ന് ഇൻസ്റ്റഗ്രാം കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് അവർ ഉറപ്പു നൽകി. ഇതിനൊപ്പം ലിയോണോ ലിഷോയ്, ദീപ തോമസ് തുടങ്ങിയ പ്രമുഖരും ഉദ്യോഗാർത്ഥികളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന അതിജീവന സമരത്തിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ടൊവിനോ തോമസും നസ്ലിനും ഈ വിഷയത്തിലേക്ക് പൊതുശ്രദ്ധ ക്ഷണിച്ചു. എന്നാൽ കൃത്യമായും ശക്തവുമായ ഭാഷയിൽ പ്രതികരിച്ചത് നടൻ ചന്തു സലീംകുമാർ ആയിരുന്നു. തിരഞ്ഞെടുത്ത വിഷയങ്ങളിൽ മാത്രം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നമ്മെ അനീതികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നില്ല എന്ന് ചന്തു ഓർമ്മിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച എത്രത്തോളം ഗൗരവമുള്ളതാണോ അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് കേരളത്തിലെ PSC ഭരണ സംവിധാനത്തിലെ വീഴ്ചകളുമെന്നും രാഷ്ട്രീയം നോക്കാതെ യുവത്വത്തിന്റെ പരിശ്രമങ്ങളെ മാനിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും സമരം ചെയ്യുന്ന റാങ്ക് ഹോൾഡർമാരുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിന് താരപിന്തുണ ഏറിയതോടെയാണ് കേരളത്തിലെ PSC സമരത്തെക്കുറിച്ചും ചർച്ച സജീവമായത്. പ്രത്യേക വിഷയത്തിൽ മാത്രം പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന വിമർശനമാണ് ഉയർന്നത്. കേരളത്തിലേതും പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണെന്ന വാദം ശക്തി പ്രാപിച്ചു. രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ വിഷയങ്ങളിലും താരങ്ങൾ നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു ചർച്ചകൾ. പിന്നാലെയാണ് PSC വിഷയത്തിലും പിന്തുണയുമായി താരങ്ങൾ എത്തിയിരിക്കുന്നത്. മുൻപ് സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മണ്ണ് വാരി തിന്നതടക്കം പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു. LP സ്കൂൾ ടീച്ചർ റാങ്ക് പട്ടികയിൽ ഉള്ളവരാണ് ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തിയത്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 1 വർഷം പിന്നിട്ടിട്ടും നിയമനം നടക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് ഉദ്യോഗാർത്ഥികൾ സമരവുമായി വീണ്ടും രംഗത്തെത്തിയത്. ഇടത് സർക്കാരിന്റെ അവസാന കാലത്തും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. സമരം ചെയ്യുന്നവർക്ക് പിന്തുണയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം എത്തിയിരുന്നു.